അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റമദാനാണ് ഇന്ന്. സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാൻ പോവുകയാണ്, അതും യൂട്യൂബ് നോക്കിയിട്ട്. കഴിഞ്ഞ ദിവസം പഴംപൊരി ഉണ്ടാക്കി പാളിപ്പോയൊരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും അല്ലേ? കാണുമ്പോൾ തന്നെ എൻ്റെ കുക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്തായാലും യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഞാൻ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലരൊക്കെ മറ്റേ തേങ്ങ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. തേങ്ങ ഷെഫിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുട്ട എടുത്തത്. പിന്നെ ഇതിൽ വേറൊരു ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെന്നല്ലേ, പക്ഷേ അതല്ല സംഭവം. ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് എൻ്റെ കൈ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ പുഴുങ്ങിയ ഏത്തയ്ക്ക ചൂടോട് കൂടിയിട്ടല്ലേ കുഴയ്ക്കുന്നത്, അപ്പം നല്ലതായിട്ട് പൊള്ളും കേട്ടോ. ഞാനതൊന്നും ഓർത്തില്ല, പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്തതാട്ടോ. എനിക്കിത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കേട്ടോ, ഞാനത് സെറ്റാക്കി ചെയ്യുന്നു. കാരണം യൂട്യൂബിൽ നോക്കിയപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ അഹങ്കാരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടം വരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി, പക്ഷേ ഇവിടെ ഞാൻ ഫെയിലായിപ്പോയി കേട്ടോ. ഇതെങ്ങനെ നോക്കിയിട്ട് എനിക്കിത് സെറ്റാക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അവസാനം അവൻ തന്നെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം അവൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് എന്നെ നല്ലതായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നേ. ആദ്യം ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ചിരുന്നു, ഞാനിത് സെറ്റാക്കും സൂപ്പറാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അവൻ സെറ്റാക്കി തന്നെ എടുത്തിട്ട് ഷോ കാണിക്കുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കി നമ്മള് പാളിപ്പോയി, പക്ഷെ ഉന്നക്കായ ഉണ്ടാക്കി നമ്മള് പാടൂല. ഈ പറയുന്നതിൽ അഹങ്കാരമില്ലേ, അത് വെറും ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുള്ളൂ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. പാളിയെങ്ങാനും പോയി കഴിഞ്ഞാൽ അവനെ ട്രോളി കൊല്ലും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇത്തവണ പാളിയില്ല ഗൈസ്, എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനുണ്ട്? എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. എന്തായാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, നിങ്ങളൊരു ലൈക്ക് തന്നിട്ട് പോണേ.